ടി കെ ഗോവിന്ദൻ പി കെ ശ്യാമള എന്ന വനിതാ സഖാവിനെ ഒറ്റുകൊടുക്കുന്നു. മൊത്തം സ്ത്രീ വിരുദ്ധതയുടെ രൂക്ഷഗന്ധമാണ്. ടി കെ ഗോവിന്ദൻ്റെ വിമത നീക്കത്തിനെതിരെ എം വി നികേഷ് കുമാറിൻ്റെ പ്രതികരണം റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. വലിയ കോമഡി തോന്നുകയാണ്. എന്താണ് പറയുന്നത്? പി കെ ശ്യാമളയെ ടി കെ ഗോവിന്ദൻ ഒറ്റുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആന്തൂർ സാജനെ കൊന്ന കൊലയാളി പി ദിവ്യയെ പോലെ ഈ പറയുന്ന പി കെ ശ്യാമളയാണെന്ന് വിളിച്ചു പറയുന്നത്, സത്യം വിളിച്ചു പറയുമ്പോൾ പലർക്കും നോവുകയാ. എന്താക്കി മാറ്റുക? സത്യം വിളിച്ചു പറഞ്ഞാൽ ഒറ്റുകാരനാക്കി മാറ്റുകയാണ്. എനിക്കിവിടെ അതൊന്നല്ല വലിയ കോമഡി ആയിട്ട് തോന്നുന്നത്. ഇതൊന്നല്ല നമ്മുടെ വിഷയവും. എനിക്ക് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്ന, ഉത്തരേന്ത്യയിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. എന്താണ്? ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടനടി അവനെ രാജ്യദ്രോഹിയാക്കുക, ദേശദ്രോഹിയാക്കുക, രാജ്യവിരുദ്ധനാക്കുക, രാജ്യസ്നേഹമില്ലാത്തവനാക്കുക, അല്ലേ? ഇവിടെയോ? ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടൻ സ്ത്രീ വിരുദ്ധനാക്കുക. അപ്പോൾ ഈ നികേഷ് കുമാരൻ എന്ന് പറയുന്ന കിണറേലു, ഇവൻ ഭൂലോക ഉടായിപ്പ എന്ന് പറഞ്ഞാൽ സ്വന്തം തന്തനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ കൊല്ലാൻ നടന്നവരോടൊപ്പം, തന്തയെ ആക്രമിച്ചവരോടൊപ്പം ഏതെങ്കിലും ഒരുത്തം കൂടുമോ? ഇവന് പണം കിട്ടിയാൽ ഇവൻ ആരെ വേണമെങ്കിലും വിൽക്കാൻ തയ്യാറാണ്, ആരെ വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാനും ഇവൻ തയ്യാറാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രശ്നം എന്താണ്? പി കെ ശ്യാമളയോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ സ്ത്രീ വിരുദ്ധതയാണ്, മൊത്തം സ്ത്രീ വിരുദ്ധതയുടെ രൂക്ഷഗന്ധമാണെന്നാണ് ആര് പറയുന്നത്? നികേശൻ പറയുന്നത്. ഇപ്പം എൻ്റെ ഒരൊറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ. ആച്ചി ജോസഫ് എന്ന് പറയുന്ന ഒരു സഖാവ്, ഒരു വനിതാ സഖാവ്, പിണറായി വിജയനെ വിശ്വസിച്ച്, CPM വിശ്വസിച്ച്, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ച് പിണറായി വിജയൻ്റെ മുന്നിൽ ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി വിജയൻ സ്വന്തം അണ്ണാക്കിൽ തള്ളാൻ കഴിയാത്തത് കൊണ്ട് ഭാര്യ കമലയുടെ അണ്ണാക്കിലാണ് തള്ളിയത്. ആ തള്ളിയതിലും ആ പരാതി ചവച്ചു തുപ്പിയതിലും ഒരു സ്ത്രീ വിരുദ്ധതയും എവിടെയും കാണുന്നില്ലേ മിസ്റ്റർ നികേഷ് കുമാർ? കാണുന്നില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ഇതാണ്, ഒരു സ്ത്രീ വിരുദ്ധതയും എവിടെയും കാണുന്നില്ലേ? വല്ലാത്തൊരവസ്ഥയാണല്ലോ നികേഷേ. സ്വന്തം അപ്പനെ കൊല്ലാൻ നടന്നവരുടെ കയ്യിലെ കടാര കാണാൻ കഴിയാത്ത മകന് ആച്ചി ജോസഫിനെതിരെ പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന സ്ത്രീ വിരുദ്ധത എവിടെ കാണാൻ കഴിയും, അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വന്ന ഒരു പരസ്യമുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ പരസ്യത്തിൽ ഒരാൾ അഭിനയിച്ചിരിക്കുന്നു. ആ അഭിനയിച്ച ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് രീതിയിൽ അറിയാം ആ അഭിനയിച്ച വ്യക്തിയെ. രീതിയൊന്നും ഞാൻ പറയുന്നില്ല. അതിലൊന്ന്, അവരൊരു സിനിമാ നടിയാണ് എന്നുള്ളതാണ് ഒരു ലേബൽ. അപ്പോൾ ആ വ്യക്തിയെ വെച്ചുകൊണ്ട് മറ്റൊരു പരസ്യം, സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യം ഉണ്ടാക്കുന്നു. അവിടെയും ഞാനത് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് ഞാനൊരു സ്ത്രീ വിരുദ്ധനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയും നികേഷ് കുമാറിന് യാതൊരുവിധ വിരുദ്ധതയും, സ്ത്രീ വിരുദ്ധതയും, സ്ത്രീകളുടെ ചൂഷണം ചെയ്യലും ഒന്നും കാണുന്നില്ലേ? നമ്മൾ സാധാരണ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലും മാനേജ്മെൻറ്റ് ടേമിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. മാൻ, മണി, മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ഫാക്ടേഴ്സിനെ മാക്സിമം സ്ക്വീസ് ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞ് ഊറ്റിയെടുക്കണമെന്നാണ്. അതുപോലെയാണ് ആ സ്ത്രീയോടും പിണറായി വിജയൻ കാണിച്ചത്. മാക്സിമം അവരുടെ സാഹചര്യമോ അവരുടെ അന്തരീക്ഷമോ അവരുടെ പ്രശ്നങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ പരസ്യത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുക. ഈ സ്ക്വീസിങ്. അവിടെയും നികേഷ് കുമാറിന് ഈ സ്ത്രീ വിരുദ്ധത കാണാൻ കഴിയുന്നില്ലേ? നികേഷ് കുമാറാ, എന്തു പറ്റി? തന്തയെ കൊല്ലാൻ വന്നവരുടെ കയ്യിലെ കടാര കാണാൻ കഴിയാത്തവന് എവിടെ സ്ത്രീ വിരുദ്ധത, അല്ലേ? സത്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവനെ സ്ത്രീ വിരുദ്ധനാക്കുക. അതൊരു പ്രത്യേക ഐഡിയോളജിയാ. ഉത്തരേന്ത്യകളിൽ ദേശവിരുദ്ധനാക്കലാണ് അജണ്ടയെങ്കിൽ ഇവിടെ സ്ത്രീ വിരുദ്ധനാക്കുക, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്തിയത്? എങ്ങനെയാ? വലിയ സ്ത്രീ വിരുദ്ധ അക്രമിയാക്കി, ലൈംഗിക വൈകൃതമുള്ളവനാക്കി അവനെ അങ്ങ് ചാപ്പ കുത്തി. അങ്ങനെയല്ലേ
അങ്ങനെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടിത്താഴ്ത്തിയത്? അപ്പോ ഈ സ്ത്രീ വിരുദ്ധതയും സ്ത്രീ സംരക്ഷണവും സ്ത്രീ സ്വാതന്ത്ര്യവും ഒക്കെ പറയുന്ന ആളുകള് ബെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ്. സ്ത്രീയെ ഒരൊറ്റ ലൈംഗിക ഉപകരണമായിട്ട് മാത്രമാണ് ഇവർ കാണുന്നത്. അതിന് ഇവർക്ക് യൂസ് ചെയ്യാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ബെടക്കാക്കണം, മോശമാക്കണം, ഒരു 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 എത്തിക്കൽ വാല്യൂവും ഇല്ലാത്ത ഒന്നാക്കി മാറ്റണം, ഒരു കൊമേഴ്ഷ്യൽ കമ്മോഡിറ്റി ആക്കി മാറ്റണം. അങ്ങനെ സ്ത്രീയെ ഒരു ബെടക്കാക്കി തനിക്കാക്കുക. തനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ബെടക്കാകണം. നല്ലതായാൽ തനിക്ക് ഉപയോഗിക്കാൻ കിട്ടൂല. തനിക്ക് ഉപയോഗിക്കണമെങ്കിൽ യഥാസമയവും അവൈലബിൾ ആയിരിക്കണം. വീട്ടിനുള്ളിൽ താമസിച്ചാൽ എനിക്കത് കിട്ടില്ല. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന ഭാര്യയായി ജീവിച്ചാൽ തനിക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല. ഇവിടെ എന്ത് വേണം? റോട്ടിലേക്ക് ഇറക്കണം, ബെഡക്കാക്കണം, 24 hours അവൈലബിൾ ആക്കണം. എന്നാൽ മാത്രമേ ഇവരുടെയൊക്കെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതല്ലേ കണ്ണൂരിലെ വനിതാ നേതാവായ ഒരു DYFIയുടെ വനിതാ നേതാവ് അന്നത്തെ പി ശശി എന്ന് പറയുന്ന നേതാവിനെതിരെ പരാതി പറഞ്ഞത്. എന്നിട്ടോ വനിതാ നേതാവ് പാർട്ടിക്ക് പുറത്തും പി ശശി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും. അല്ല നികേഷ് കുമാരാ, ഇതിലൊന്നും ഒരു സ്ത്രീ വിരുദ്ധതയും ഈ പറയുന്ന നികേഷിന് കാണാൻ കഴിയുന്നില്ലേ? അതാണ് ഞാൻ പറയുന്നത്. വളരെ സെലക്റ്റീവാണ് ഇവിടെ ഈ പറയുന്ന. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ വടകരയിൽ 1,14,506 വോട്ടിന് ആര് തോറ്റു? ഷാഫി തോറ്റോ? ഇല്ല. ആരാ തോറ്റെ? കെ ശൈലജ തോറ്റു. പക്ഷേ കെ ശൈലജയും സഖാക്കളും എന്താ പറയുന്നത്? അല്ല, ഷാഫിയാണ് തോറ്റത്, ഞാനാണ് വടകരയുടെ MP. അതുപോലെയാണ് ഈ പറയുന്ന സഖാക്കളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അവർക്ക് തോന്നുന്ന ആളുകൾ മാത്രം. ഇവിടെ അവർ സ്ത്രീ വിരുദ്ധരാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. കാരണം എന്താ? ആശാ ആച്ചി ജോസഫ് ഈ പറയുന്ന PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയ ആശാ ആച്ചി ജോസഫ് സ്ത്രീ ആയിരുന്നോ? അല്ല. അവർ നല്ല ഒന്നാം തരം ആൺകുട്ടിയാണ്. ആണ്. പി ശശിക്കെതിരെ പരാതി പറഞ്ഞ DYFIയുടെ വനിതാ നേതാവ് അല്ല, സ്ത്രീയല്ല, അത് വനിതയല്ല, അവർ പുരുഷ സഖാവാണ്. അല്ലേ? കടകംപള്ളിക്കെതിരെ പരാതി പറഞ്ഞവർ വനിതയല്ല. തോമസ് ഐസക്കിനെതിരെ പരാതി പറഞ്ഞവർ വനിതയല്ല. പി ശ്രീരാമകൃഷ്ണനെതിരെ പരാതി പറഞ്ഞവർ വനിതയല്ല. മുഹമ്മദ് റിയാസ് കുനിച്ചു നിർത്ത് കൂമ്പിനടിച്ചു എന്ന് പറഞ്ഞ് പീഡനം ആരോപിച്ച് ഡിവോഴ്സ് വാങ്ങിപ്പോയ ആദ്യ ഭാര്യ അത് സ്ത്രീ ആയിരുന്നില്ല. അവർ ഗേ കപ്പിളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ബൈസെക്ഷൽ ആയിരുന്നു. ആര്? മുഹമ്മദ് റിയാസ് അന്ന് പുരുഷനായിരുന്നു. അന്ന് മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ. മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീ ആരാണ്? സ്ത്രീ ആരാണ്? പുരുഷൻ. നിങ്ങൾ കാണുന്നവരും ഞാൻ കാണുന്നവരും അല്ല സ്ത്രീ. സ്ത്രീ ആരാണെന്ന് ഗോവിന്ദനോട് ചോദിക്കണം. ഗോവിന്ദൻ പറയും ആരൊക്കെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ. ഇപ്പം നികേഷ് കുമാരനും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആരൊക്കെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ? എല്ലാവരും സ്ത്രീകളാണ്. PT കുഞ്ഞുമുഹമ്മദിനെതിരെ ആരെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ? സ്ത്രീയല്ല. പി ശശിക്കെതിരെ ആരെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ? സ്ത്രീയല്ല. തോമസ് ഐസക്കിനെതിരെ, കടകംപള്ളിക്കെതിരെ, ശ്രീരാമകൃഷ്ണനെതിരെ, KT ജലീലിനെതിരെ അവരൊന്നും സ്ത്രീകളല്ല. രാഹുലിനെതിരെ പരാതി കൊടുത്താൽ സ്ത്രീകളാണ്. മനസ്സിലായില്ലേ? ബെടക്കാക്കണം, തനിക്കാകണം, ഊക്കണമെങ്കിൽ എന്ത് വേണം? മാന്യം മര്യാദക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ ഊക്കാൻ കിട്ടൂല, കടന്നു തരില്ല. പിന്നെന്ത് വേണം? ബെടക്കാക്കണം. ബെടക്കാക്കിയാൽ തനിക്ക് കിട്ടും, ഉപയോഗിക്കാൻ കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ബെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് ഇവരൊക്കെ മാറിയിരിക്കുന്നത്. അപ്പോൾ നികേഷ് കുമാരൻ്റെ ഈ ഒരു കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്യാമളയുടെ വാക്കിൻ്റെ, നാവിൻ്റെ വിഷലിപ്തമായ നാവ് കാരണം ജീവിതം ഹോമിക്കേണ്ടി വന്ന ആന്തൂറിലെ സാജൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സാജൻ്റെ ഭാര്യയെ വേശ്യയെന്നായിരുന്നു ദേശാഭിമാനി വിളിച്ചത്. വഴി
സാജന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം, ഡ്രൈവറുമൊത്തുള്ള വഴിവിട്ട ജീവിതം കാരണമാണ്, അവർ വേശ്യയായത് കാരണമാണ് ഈ പറയുന്ന സാജൻ ആത്മഹത്യ ചെയ്തത് എന്ന് ദേശാഭിമാനി എഴുതുന്നു. എന്നാൽ എന്തായിരുന്നു കാര്യം? ഈ ശ്യാമള എന്ന് പറയുന്ന യക്ഷിയുടെ, ഭൂലോക ഫ്രോഡിൻ്റെ വാശി കാരണമാണ് സാജന് ബിസിനസ് നടത്താൻ കഴിയാതെ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അന്ന് ആന്തൂരിലെ സാജന്റെ ഭാര്യയെ വേശ്യ എന്ന് മുദ്ര കുത്തിയപ്പോൾ നികേഷ് കുമാറിന് സ്ത്രീ വിരുദ്ധത മണത്തില്ല. മറിച്ച് ആ സാജന്റെ മരണത്തിന് കാരണക്കാരിയായ ശ്യാമള മത്സരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? സ്ത്രീ വിരുദ്ധതയാണെന്നാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനി ഞാൻ പറയാം, ഈ റിപ്പോർട്ടർ TV എങ്ങനെ ആൻഡോ അഗസ്റ്റിൻ്റെ കയ്യിലെത്തിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ ധാരണയെങ്കിലും ഉണ്ടോ? റിപ്പോർട്ടർ TV ഈ പറയുന്ന നികേഷ് കുമാർ കിട്ടാവുന്നതെല്ലാം സ്വന്തം പോക്കറ്റിലേക്ക് കടത്തി 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 അവസാനം വഴിയില്ലെന്ന് കണ്ടപ്പോൾ ആൻഡോയുടെ കാൽ കീഴിൽ കൊണ്ടുപോയി തീറെഴുതി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആൻഡോയുടെ കാൽ കീഴിൽ തീറെഴുതി കൊടുക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടർ TVയിലെ ചില കഥകളുണ്ട്. എന്താണ് ആ കഥകൾ? അവിടെയൊന്നും ഈ നികേഷിന് യാതൊരുവിധ സ്ത്രീ വിരുദ്ധതയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, സ്ത്രീയാണോ എന്ന് തീരുമാനിക്കാൻ ഒരു മാനദണ്ഡമേ ഉള്ളൂ. ആരും സ്ത്രീയാവുന്നതപ്പാ അത് CPMകാർ പറയും ആരാണ് സ്ത്രീ, ആരൊക്കെ സ്ത്രീയല്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു കോമഡിയാ! സ്ത്രീ വിരുദ്ധതയാണ് പോലും. പക്ഷേ നികേഷിന് കാണാൻ കഴിയാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.